കുടുംബങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന ദിവസത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി ഇതിങ്ങനെ കേട്ട സന്ദർഭത്തിൽ ആ മഹാനായ സ്വഹാബി വര്യൻ ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമായി അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആ ദിവസമാണ് ഇന്ന്. അന്ന് ആ പറഞ്ഞ ആ സംഭവം നടന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് ഈ ദിവസം, ആ ദിവസമാണ് ഈ ദിവസം എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കരുത്, അത് ശിർക്കാണ്, കുഫറാണ് എന്നല്ല. അവിടുന്ന് പറഞ്ഞത് ഖദ് ഹല്ലത് ലക്കും ശഫാഅത്തി, എന്റെ ഇപ്രകാരമുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കും. ഖാല റസൂലുള്ളാഹി. ഹാഫിള് ഇബ്നു ദിഹ്യ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ സഹാബത്തൊക്കെ ചെയ്തതാണ്. ഒറ്റയടിക്ക് ഇല്ലാന്ന് പറയരുത്. അറിയാത്ത കാര്യം ഇല്ലാന്നല്ല പറയാ, ഉണ്ടോന്ന് ചോദിക്കുക, അന്വേഷിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാതെ അനാചാരമാകുന്നു എന്നല്ല. ഈ ഖുർആനും സുന്നത്തൊക്കെ കണ്ടവരാ പൂർവീകർ, അതുകൊണ്ടാണ് അവരൊക്കെ ആഘോഷിക്കുന്നത്. എന്തിന് ഖുർആനുക്കും സുന്നത്തുക്കൊക്കെ പോകണം? ഞാൻ അതൊക്കെ മാറ്റി വെക്കുകയാണ്. ഇത് ഏതാണെന്നറിയോ നിങ്ങൾ? ഇത് അൽ മുർഷിദ് മാസികയാണ്, അൽ ഇർഷാദ് മാസിക. മുജാഹിദിന്റെ പ്രാചീന നേതാക്കള് KM മൗലവി, EK മൗലവി, അവരൊക്കെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്ന മാസികയാണ്. ഇതിലെന്താ പറയുന്നത് എന്നറിയോ? ഇതിൽ പറയുന്നത് റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. 1900 ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 936 മുജാഹിദുകൾ പഴയ കാലത്ത് പുറത്തിറക്കിയിരുന്ന അൽ മുർഷിദ് മാസികയാണ്. 937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദ് മാസിക. ഇതിൽ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിന്റെ റഹ്മത്തായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം കൊണ്ട്. വിശദമായ ലേഖന. റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് മുജാഹിദുകൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? നമ്മൾ ആനന്ദിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു, സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു. പഴയകാല മുജാഹിദുകൾക്ക് ഉണ്ടാകുന്ന സന്തോഷം രംഗങ്ങളുമാണ് അയവിറക്കുന്നത്. ഇപ്പോഴത്തെ മുജാഹിദിന് സന്തോഷമല്ല, മുജാഹിദിന് അട്ടട മുഖത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. സകലണത്തിനും കണ്ണും മോറും ഒരു തെളിച്ചുണ്ടാവില്ല. എന്താ? അന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലും, റസൂലുള്ളാഹിന്റെ പേരിൽ കുറച്ച് സലാമും ബെയ്ത്തൊക്കെ ചൊല്ലല്ലോ, മദ്ഹ് പറയല്ലോ, അത് സഹിക്കാൻ വയ്യ. ഇബ്ലീസിനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, അത് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അതേ അവസ്ഥയിലാണ് ഇവരുള്ളത്. എന്നിട്ട് KM മൗലവിയും EK മൗലവിയും എഴുതുന്നത് നിങ്ങൾ കേൾക്കണം. വിശദമായ ലേഖന നോക്കൂ നിങ്ങൾ. റബീഉൽ അവ്വൽ 1356 അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് എന്താ? ആ ലേഖനം, വിശദമായ ലേഖനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയ ആളുകൾക്ക് ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? എന്നിട്ട് പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആകെ കൊണ്ടാടുന്നുണ്ട്. കേരളക്കാര് മാത്രല്ല, ലോകം എല്ലായിടത്തും കൊണ്ടാടുന്നുണ്ട്. എന്നിട്ട് മുജാഹിദ് മൗലവി പറയുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ആഹാ, മുജാഹിദിന്റെ ഇന്നത്തെ ചെറിയ മക്കളോട് പറയുകയാണ്. വിവരമില്ലാത്ത കഥയില്ലാത്ത മൗലവിമാരോട് വലിയ നേതാവ്, പ്രാചീന നേതാവ്, സ്ഥാപക നേതാവ് പറയുകയാണ്, മക്കളെ ഇതെല്ലാവരും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നി പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോട് വലിയ സ്നേഹം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഈ കൊണ്ടാട്ടം കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം എഴുതുന്നുണ്ടോ, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ
തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطاحي والحبيب العربي എന്നൊരുവിടുന്ന മൗലിദിന്റെ മജ്‌ലിസ് പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അപ്പൊ മൗലിദിന്റെ മജ്‌ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, മൗലവിമാരെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ഞാൻ പറയുന്നതല്ല, ഈ കെ മൗലവി, കെ എം മൗലവി അവരുടെ അൽ മുർഷിദിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, പൂർവീകരൊക്കെ ചെയ്തിട്ടുണ്ട്, മുജാഹിദിന്റെ പ്രാചീന നേതാക്കളും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇത് സുന്നത്തായിരുന്നു. പിന്നെ എന്നാണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ പുതിയ വഹയുമായി വന്നത് എന്ന വിശദീകരണം നടത്തേണ്ടത് മുജാഹിദുകളാണ്, അല്ലേ? ഇത് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നാ കെ എം മൗലവി എന്നെ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാനൊരു രംഗം കാണിച്ചു തരാം. ലോകത്ത് നടക്കുന്ന നബിദിനാഘോഷത്തിന്റെ ഒരു ചെറിയ ചിത്രം. വിവിധ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന മൗലിദാഘോഷ പരിപാടി, നമ്മളെ നാട്ടിൽ നടക്കുന്നതിനെ വെല്ലുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? ലോകത്തുള്ള പ്രമുഖ പണ്ഡിതർ, അറബികൾ ഒന്നിച്ചിരുന്ന് മൗലിദ് ഓതുന്നു. നമ്മളെ നാട്ടിൽ വന്ന ഷറഫല്ലന മൗലിദ് ഉണ്ടല്ലോ, ആ ഷറഫല്ലന മൗലിദ് അറബി, വട്ടുവെച്ച അറബി, വട്ടുള്ള അറബി അല്ല, വട്ടുവെച്ച അറബി, ആ അറബികൾ ഒന്നിച്ചിരുന്ന് ഓതുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നിച്ച് പദ്യം ചൊല്ലുന്നു, യാക്രമബൈത്ത് ചൊല്ലുന്നു. ഒന്ന് കാണും നിങ്ങളത്. ഒന്ന് വെച്ചു കൊടുത്തത്. مكحلا في خلع الوقار والمهابة يجلى ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى صلى الله عليه بنور كالشمس بل هو أغنى نجدي